അപ്പോൾ ഡോക്ടർ വന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇപ്പം തന്നെ സി സെക്ഷൻ ചെയ്യണം, എമർജൻസി ആയിട്ട് എന്ന് പറഞ്ഞു. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് കാലിൻ്റെ അടിയിൽ തരിക്കുന്നല്ലാണ്ട് മേലോട്ടേക്ക് തരിപ്പ് കയറുന്നില്ല. പിന്നെ 2 ദിവസം കഴിയുമ്പോഴതാ തീരെ കാല് നിലത്ത് വെക്കാൻ പോലും പറ്റും. ഹോസ്പിറ്റലിലെ ചിലവ് എത്രയായി, ബില്ല് എത്രയായി എന്നെല്ലാം കുറേ കമൻസ് തന്നു. അപ്പോൾ എൻ്റെയും വാവേൻ്റെയും ബില്ലും മെഡിസിനും എല്ലാം അടക്കം ഏകദേശം ഷുഗറിനെ പറ്റിയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായതുകൊണ്ട് കുറേ കമൻസ് വരുന്നുണ്ട്. വാവേൻ്റെ വെയിറ്റ് എത്ര ഉണ്ടായിരുന്നു. ദിവസം രാത്രിക്ക് ഒരു തലവേദന, പ്രഷർ ചെക്ക് ചെയ്യുമ്പോഴേക്കും ഹൈ പ്രഷർ. ഇതെന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. കുറച്ച് ടെൻഷനായി കേട്ടോ. സംഭവം ഇതെന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ളത് എനിക്കും തോന്നി. പുറത്ത് ഇവരോടെല്ലാം ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് എല്ലാവർക്കും ടൈറ്റിലും തമ്മിലൊക്കെ കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഡെലിവറി സ്റ്റോറി പറയാൻ പോവുകയാണ്. സംഭവ ബഹുലമായ ഒരു ഡെലിവറി സ്റ്റോറിയാണ് കേട്ടോ. ഡെലിവറി വ്ളോഗ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അത് ഞാൻ വ്ളോഗിലൊന്നും പറഞ്ഞിട്ടില്ല. ഏതായാലും ഡെലിവറി സ്റ്റോറി പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇനി ഡെലിവറി ആവാൻ പോകുന്നവർക്കെല്ലാം ഒരുപാട് ഉപകാരമായിരിക്കും എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് കേൾക്കുമ്പോൾ. അതുകൊണ്ടും കൂടിയിട്ടാണ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ആദ്യം തന്നെ ഒരു ഡിസ്ക്ലൈമർ പറയുകയാണ്. ആരും എൻ്റെ സ്റ്റോറി കേട്ടിട്ട് പേടിക്കുകയോ അല്ലെങ്കിൽ ഇത് സിമ്പിൾ ആണല്ലോ എന്ന് വിചാരിക്കുകയോ ചെയ്യേണ്ട. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ആ പ്രഗ്നൻസി ആരും ഡെലിവറി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സ്റ്റോറി കേട്ടിട്ട് ആരും പേടിക്കുകയോ അങ്ങനെ ആവുമോ എന്ന് വിചാരിക്കുകയോ ഒന്നും ചെയ്യണ്ട. അപ്പോൾ നമുക്ക് സ്റ്റോറി കേൾക്കാം. എൻ്റെ പ്രഗ്നൻസി ജേണി ഭയങ്കര സ്മൂത്തായിരുന്നു കേട്ടോ. ഞാൻ മുന്നേ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ട് കോംപ്ലിക്കേഷൻസോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ദൈവം സഹായിച്ച് ഈസി ആയിട്ട് അങ്ങനെ പോയി. പക്ഷെ ലാസ്റ്റ് ആകുമ്പം എൻ്റെ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായത് 23-ാം തീയതിയാണ്. ഏപ്രിൽ 23-നാണ് ഡോക്ടർ അഡ്മിറ്റ് ആയിട്ട് നമുക്ക് സി സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഡെലിവറി സി സെക്ഷൻ ആയതുകൊണ്ട് നോർമലി ഇതും സി സെക്ഷൻ ആക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ഒരാഴ്ച മുന്നേ വിഷുവിൻ്റെ ദിവസം ഏപ്രിൽ 14-ാം തീയതി ആകുമ്പോൾ എനിക്ക് ചെറിയ വൈറ്റ് ഡിസ്ചാർജും കാര്യങ്ങളൊക്കെ ഉണ്ടായി. നോർമലി ഉണ്ടാകുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ വൈറ്റ് ഡിസ്ചാർജ് ഉണ്ടായി. അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വൈറ്റ് ഡിസ്ചാർജ് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത് ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സൈനും കൂടിയാണ്. അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ വിഷുവിൻ്റെ ദിവസം എന്തായാലും ലീവാണല്ലോ. അന്ന് രാത്രി ആകുമ്പോഴേക്കും നിച്ചൂട്ടിക്കാണെങ്കിൽ നല്ല പനി പറഞ്ഞാൽ 102, 103 ഉണ്ട് പനി. അപ്പം പിറ്റത്തെ ദിവസമാണെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് ഉള്ളതുകൊണ്ട് എനിക്ക് ഡോക്ടറെ കാണിക്കുകയും വേണം, നിച്ചൂട്ടിക്കാണെങ്കിൽ പനിയും. അങ്ങനെ ഭയങ്കര ഒരു സിറ്റുവേഷനിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 15-ാം തീയതി രാവിലെ തന്നെ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോയി നിച്ചൂട്ടിനെ കാണിച്ച് മരുന്നെല്ലാം വാങ്ങിച്ചിട്ട് എൻ്റെ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് PV ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. PV ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു കുഴപ്പമില്ല, ഇപ്പം ലേബർ ഇൻഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊന്നുമില്ല, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ വരുന്നോ അല്ല ഇവിടെ അഡ്മിറ്റ് ആവുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കോംപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ മോൾക്ക് നല്ല പനിയാണ്, അതും കൊണ്ട് അവിടെ നിൽക്കാനുള്ള ധൈര്യം എനിക്കില്ല. പിന്നെ എന്തായാലും മോളെ നോക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. ഹോസ്പിറ്റലിലാകുമ്പോൾ മരുന്ന് കൊടുക്കുകയോ എല്ലാം വേണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, തിരിച്ച് വീട്ടിലേക്ക് വന്ന് നിച്ചൂട്ടിക്ക് മരുന്നെല്ലാം കൊടുത്ത് അടുത്ത ദിവസം അതായത് ഏപ്രിൽ 16-ാം തീയതി ആകുമ്പോൾ രാവിലെ എല്ലാം എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും എനിക്ക് ചെറിയ നടുവേദനയും കാര്യങ്ങളെല്ലാം വരാൻ തുടങ്ങി. ചെറിയ പെയിൻ, നടുവേദന, പിന്നെ ആ വൈറ്റ് ഡിസ്ചാർജിൻ്റെ അത് ഉണ്ടെന്ന് തന്നെ. അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി നിന്നിട്ട് കാര്യമില്ല, നമ്മൾ അധികം റിസ്ക് എടുത്ത് നിൽക്കാൻ പാടില്ല, പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാ അമ്മയോടും എല്ലാവരോടും പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അമ്മക്കാണെങ്കിൽ ഇവിടെ നല്ല പനി കേട്ടാ. അന്ന് വരെ അമ്മ കുളിക്കൊന്നും ചെയ്യാണ്ട് പനിയായിട്ട് കിടക്കുന്നുണ്ടായേ. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ നമുക്കൊന്ന് പോയി നോക്കാം പറയുമ്പോഴേക്കും അമ്മേൻ്റെ പനിയെല്ലാം എവിടെയാണ് പോയെന്ന് അറിയില്ല. അമ്മ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി കുളിച്ച് റെഡിയായി. തക്കടും ഏട്ടനും എല്ലാവരും ഇവിടെ ഉണ്ടായിന്. ആ സമയത്ത് തന്നെ നിച്ചൂട്ടിൻ്റെ ബർത്ത്ഡേ ആയെന്ന് അവർ വന്നിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാവരും കൂടെ ബാഗെല്ലാം നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ട് അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിട്ടില്ല. ഏപ്രിൽ 16-ാം തീയതി ഒരു 4:30 ആകുമ്പം നമ്മൾ ഇവിടുന്ന് പോയി ഹോസ്പിറ്റലിലെത്തി. അതിൻ്റെ വ്ളോഗ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. നേരെ പോയി ഹോസ്പിറ്റലിലെത്തി. അപ്പോഴേക്ക് ഡോക്ടർ റൂമിലില്ല. അതുകൊണ്ട് നമ്മൾ നേരെ ലേബർ റൂമിലേക്ക് കയറി അവിടെ കിടത്തിയിട്ട് ഡോക്ടർ വരും എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കിടത്തി കുറച്ച് നേരം ഇങ്ങനെ നിന്ന് അപ്പോഴേക്ക് ഡോക്ടർ വന്നിട്ട് ഞാൻ വെച്ച് PV ചെയ്യേണ്ടി വരുമോ എന്ന് വിചാരിച്ചു. ഡോക്ടർ ജസ്റ്റ് ഇങ്ങനെ തൊട്ട് നോക്കി ഉടനെ ഡോക്ടർ പറഞ്ഞ് നല്ല കോൺട്രാക്ഷൻ ഉണ്ട്, ഇപ്പം തന്നെ സി സെക്ഷൻ ചെയ്യണം, ഇപ്പം തന്നെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തീരെ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ, ചെറിയൊരു നടുവേനയും കൊണ്ട് പോയതല്ലേ. ഞാൻ വിചാരിച്ചത് എന്നാൽ അവിടെ അഡ്മിറ്റ് ആക്കും, എന്നാൽ നമുക്ക് നാളെ രാവിലെ തന്നെ ചെയ്യാം അങ്ങനെ പറയുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇപ്പം തന്നെ ചെയ്യണം, എനിമ തരാനോ ഒന്നും സമയമില്ല, ഇപ്പം ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം സന്തോഷമുണ്ട്, വാവ വേഗം കയ്യിൽ വരുമല്ലോ എന്നുള്ള സന്തോഷം, പിന്നെ പെട്ടെന്നായതിൻ്റെ ഒരു അവസ്ഥയും അങ്ങനെയാണ് ഉണ്ടായത്. അങ്ങനെ പറഞ്ഞു പെട്ടെന്ന് തന്നെ ചടപടാ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിപ്പിക്കലായി, സൈൻ ചെയ്യിപ്പിക്കലായി. നിച്ചൂട്ടിക്ക് ഉണ്ടായ സെയിം പോലെ നിച്ചുവിനും അതുപോലെ തന്നെ ഉണ്ടായേ. അത് പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിന് തലേ ദിവസം. പുലച്ചക്ക് പെട്ടെന്ന് ഷുഗർ ഡൗൺ ആയിട്ട് എമർജൻസി സി
സെക്ഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തേ അതേ അവസ്ഥ പെട്ടെന്ന് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ഉണ്ടായി കേട്ടോ. അത് ഫസ്റ്റ് ആയാലും സെക്കൻഡിനായാലും പെട്ടെന്ന് എന്നുള്ളതിൻ്റെ ടെൻഷൻ എനിക്ക് തീരെ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് നമ്മൾ ടെൻഷൻ കൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടുകൾ കൂടും. പക്ഷെ ഞാൻ കൂളായിരുന്നു, ആയിക്കോട്ടെ എന്നാലും പിന്നെ ഇപ്പം തന്നെ ചെയ്യാം, വാവരെ വേഗം കയ്യിൽ കിട്ടുമല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു. അങ്ങനെ ഡ്രസ്സെല്ലാം മാറ്റി OP-യിലേക്ക് കൊണ്ടുപോയി, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. അതിൻ്റെ വ്ളോഗെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പക്ഷെ നിച്ചുട്ടിനെല്ലാം കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു മനസ്സിൽ എന്തോ ഒരു സങ്കടമോ എന്തോ ഒരു അവസ്ഥയാണ് ഉണ്ടായത്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡോറിൻ്റെ അടുത്ത് എത്തുമ്പോൾ വയറ്റിൽ കിടന്നിട്ട് വാവ ഇങ്ങനെ ഗുഡ് എന്ന് പറഞ്ഞിട്ട് കളിക്കുന്നു, വയറ്റുന്നു ഇല്ല ഭയങ്കരമായിട്ട് കളിക്കുന്നു. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇമോഷണലായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ കളിക്കുന്ന സാധനം ഒരു സാധനമല്ല, വാവ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ എൻ്റെ കയ്യിലേക്ക് കിട്ടും. ആ ഒരു 15 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ വാവ കയ്യിലേക്ക് വരുന്നുള്ള ആ ഒരു അവസ്ഥ എനിക്കെന്തോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതായി കേട്ടോ. പക്ഷെ ഞാൻ ഇമോഷൻസൊക്കെ അടക്കി പിടിച്ചു, പ്രഷർ എങ്ങാനും കൂടിയിട്ടുണ്ടെങ്കിലോ ആ സമയമാകുമ്പം. അതുകൊണ്ട് കൂളായിട്ടിരുന്നു. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. എന്തായാലും C-സെക്ഷൻ ആയതുകൊണ്ട് തന്നെ അനസ്തേഷ്യ തരണമല്ലോ. സ്പൈനൽ അനസ്തേഷ്യ എന്ന് നോർമലി ഫസ്റ്റിനും സെക്കൻഡിനും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ നോർമലി കഴിഞ്ഞ പ്രാവശ്യം തന്നിട്ടുണ്ടായത് നമ്മളിങ്ങനെ മുട്ടൊക്കെ മടക്കി പിടിച്ചിങ്ങനെ കിടക്കുമല്ലോ, എന്നിട്ട് ബാക്കിൽ സ്പൈനിന് ഇഞ്ചക്ഷൻ തരും, അങ്ങനെയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അതും പ്രതീക്ഷിച്ചിട്ട് ഇങ്ങനെ കിടക്കുവാന്ന് ചേർന്നിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എണീറ്റ് ഇരുന്നിട്ട് ഒന്നിങ്ങനെ ബെൻഡായാൽ മതി, അപ്പം കുത്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് എണീച്ചിരുന്ന് കുറച്ചിങ്ങനെ ബെൻഡായി കൊടുത്ത് കുത്തും ചെയ്തു. എനിക്ക് സ്പൈനൽ അനസ്തേഷ്യ തരുമ്പം വലിയ വേദന ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, ഫസ്റ്റത്തേനായാലും സെക്കൻഡേനായാലും. ചിലവരെല്ലാം പറയുന്ന വെച്ചിട്ട് നട്ടലിന് കുത്തുമ്പോൾ ഭയങ്കര വേദനയായിരിക്കും, നമ്മളിങ്ങനെ മടക്കി പിടിച്ചിരിക്കണം, അങ്ങനെ വലിയ കഥകളെല്ലാം കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് രണ്ടിനും വലിയ വേദനയൊന്നുമില്ല. ഒരു സൂചി കുത്തുന്ന വേദന എന്തായാലും ഇല്ലാണ്ടിരിക്കൂലല്ല, പക്ഷെ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത വേദനയൊന്നുമില്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദന. അങ്ങനെ വേഗം കിടന്നോ എന്ന് പറഞ്ഞു. നമുക്ക് തരിപ്പ് കയറാൻ തുടങ്ങുമല്ലോ, മൊത്തം തരിപ്പാവും, നമ്മുടെ അരഭാഗത്തുനിന്ന് കാല് വരെ തരിക്കും. എന്നിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുക. ബോധം കെടുത്തിയിട്ട് പണ്ട് ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യുന്നില്ലല്ലോ സ്പൈനൽ അനസ്തേഷ്യക്ക്. അങ്ങനെ കിടന്നിട്ട് തരിക്കുന്നുണ്ടോ ചോദിച്ചു ഡോക്ടർ. ഞാൻ പറഞ്ഞു ഇല്ല തരിക്കുന്നില്ല. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം, തരിക്കുമെന്ന് പറഞ്ഞു. നിച്ചുട്ടിൻ്റെ അതിനെല്ലാം എനിക്ക് തന്ന് കുറച്ചുടനെ തരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതിനെനിക്ക് തരിക്കുന്നേ ഇല്ല. അതിൻ്റെ ഡോക്ടർ ഞാൻ കത്രിക എടുത്തിട്ട് വയറിനിങ്ങനെ ക്ലിക്ക് ആക്കി ചോദിച്ചു ഇപ്പം വേദന ഉണ്ടായി. നമ്മൾ എനിക്ക് നല്ല വേദന ഉണ്ട് കത്രിക കൊണ്ട് കുത്തുമ്പോൾ എന്ന് പറഞ്ഞു. നോക്കോ ഒരു 2 സെക്കൻഡ് 2 മിനിറ്റ് നോക്കാം നമുക്ക് തരിപ്പ് വരുന്നുണ്ടോയെന്ന്. കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് കാലിൻ്റെ അടിയിൽ തരിക്കുന്നതല്ലാണ്ട് മേലോട്ടേക്ക് തരിപ്പ് കയറുന്നില്ല. എങ്ങനെ തരിപ്പ് കയറുന്നില്ല ഇഞ്ചക്ഷൻ തന്നിട്ടും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് ജനറൽ അനസ്തേഷ്യ കൊടുക്കാമെന്ന് പറഞ്ഞു. അതെന്നാ സാധനം ഒന്നും എനിക്കറിയില്ല. ജനറൽ അനസ്തേഷ്യ കൊടുക്കാം ഞാൻ വിചാരിച്ചു വേറൊരു ഓപ്ഷൻ ആയിരിക്കും, വേറൊരു ഇഞ്ചക്ഷൻ കൂടി ഉണ്ടാവുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൂളായി നിന്ന്. അവർ പിന്നെ എന്നാ ഇഞ്ചക്ഷൻ തന്നിനി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല, എന്നാ സംഭവം ഒന്നും നടന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത് ജനറൽ അനസ്തേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബോധം കെടുത്തിയിട്ട് ചെയ്യുന്ന സംഭവമാണ് എന്ന്. കഴിഞ്ഞ പ്രാവശ്യം ഇത് മുറിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട്, വേദന ഇല്ലെങ്കിലും വാവ കരയുന്ന ഒച്ച ഞാൻ കേൾക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഇത് ബോധം കെടുത്തിയാൽ ഒന്നും അറിയുന്നില്ലല്ലോ. പിന്നീട് എനിക്ക് ബോധം വരുന്നത് സത്യം പറഞ്ഞാൽ പോസ്റ്റ് OP-യിൽ ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ് നമ്മളെ പോസ്റ്റ് വാർഡിലേക്ക് മാറ്റുമല്ലോ, അപ്പോഴാണ് ബോധം വന്നത്. പക്ഷേ ഏട്ടനെല്ലാം പറഞ്ഞു അടുത്തേക്ക് പോസ്റ്റ് OP കൊണ്ടുപോകുന്ന സമയത്ത് നിന്നോട് നമ്മൾ സംസാരിച്ചിനി, നീ ഉത്തരം പറഞ്ഞിനി എന്നെല്ലാം പറഞ്ഞു. അതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഏട്ടാ പറയുന്ന സമയത്ത് എവിടെയോ ഒരു ചെറിയൊരു ഓർമ്മയുണ്ട്, എന്തോ ഏട്ടൻ്റെ സൗണ്ട് ഞാൻ കേട്ടിനല്ലോ എന്ന്. അപ്പോൾ പെൺകുട്ടിയാന്ന്, പിന്നെ കുഴപ്പമില്ല ഞാൻ കണ്ടു, അങ്ങനെയല്ല ഏട്ടൻ എന്നോട് പറഞ്ഞു പോലും. പക്ഷെ ഞാൻ ഒന്നും കേട്ടിട്ടില്ല കേട്ടോ, എനിക്ക് ബോധമില്ല. അപ്പോൾ ഞാൻ ഏട്ടാ എനിക്ക് വേദന എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് കരഞ്ഞിന് പോലും, അതും എനിക്ക് ഓർമ്മയില്ല. നിച്ചുവോന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തിന്. അപ്പോൾ നിച്ചുട്ടി എന്നെ തൊടുകയെല്ലാം ചെയ്തിന്, പക്ഷെ ഒന്നും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ പോസ്റ്റ് OP-യിലെത്തി. എന്നിട്ട് ഞാൻ അറിയുന്നില്ല ഈ ജനറൽ അനസ്തേഷ്യ എന്താണെന്നുള്ളത് ഞാൻ അപ്പം മനസ്സിലാക്കിയിട്ടില്ല. പോസ്റ്റ് OP-യിലെത്തിയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു, ഭാവേനെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഭാവ ഏത് ഭാവയാണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. പക്ഷേ അത് ചോദിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേദന കൊണ്ട് പറ്റുന്നില്ല, എന്നുവെച്ചാൽ ഭയങ്കര വേദന. അപ്പം ഞാൻ ഓർക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം നിച്ചുട്ടീൻ്റെ അതിനെല്ലാം എനിക്ക് ഓപ്പറേഷൻ രാവിലെ കഴിഞ്ഞ് ഉച്ചയാകുമ്പോഴേക്കാണ് വേദന വരാൻ തുടങ്ങിയത്, ആ തരിപ്പെല്ലാം മാറുമ്പോൾ. ഇത് എനിക്ക് ബോധം വരുമ്പോൾ മുതൽ എനിക്ക് ആക്കിയിട്ട് ഞാൻ കരയുവാണ്. അപ്പോൾ ഒരു സിസ്റ്റർ വന്നപ്പോൾ ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, സിസ്റ്റർ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യമെല്ലാം പിന്നെ ആണല്ലോ വേദന അറിഞ്ഞ്, ഇത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു ഇത് ജനറൽ അനസ്തേഷ്യ തന്നത്, തരിപ്പില്ല, അപ്പം ഡയറക്റ്റായിട്ട് വേദന അറിയും ബോധം വന്നാൽ എന്ന് പറഞ്ഞു. അയ്യോ അത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല ആക്കിക്കൊണ്ട് നിന്ന് വാവേനെ കണ്ടിട്ടില്ല, അതിൻ്റെ സങ്കടം വേറെ. അപ്പോൾ കുറച്ചൊരു 1 മണിക്കൂറെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ സിസ്റ്ററോട് ചോദിച്ചു, എൻ്റെ വാവ എന്നാന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ വാവേനെ കണ്ടിട്ടില്ല ഇതുവരെ എന്ന് പറഞ്ഞു.
അപ്പോൾ സിസ്റ്റർ പറഞ്ഞു വന്നു പെണ്ണ് വാവയാണെന്ന് പറഞ്ഞു വന്നു. വാവേനെ കുറച്ച് കഴിയുമ്പോൾ ഫീഡ് ചെയ്യാൻ കൊണ്ടുവരുന്നു പറഞ്ഞു. നമ്മൾ സി സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് നേരെയല്ലേ കിടക്കാൻ പറ്റുമോ, ചെരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും ഒന്നും പറ്റൂലല്ലോ. അപ്പോഴാണെങ്കിൽ എനിക്ക് പുറത്ത് ഒരു സൈഡിൽ ഒരു പോയിന്റിൽ എനിക്ക് ഭയങ്കര വേദന. അപ്പോൾ സിസ്റ്റർ വന്നിട്ട് ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ഇവിടെ ഭയങ്കര വേദന, ഒന്ന് മസാജ് ചെയ്ത് തരുമോ എന്ന് ചോദിച്ചു. സിസ്റ്റർ ഇങ്ങനെ ആക്കി തന്നു. പക്ഷെ എന്നിട്ടും പോകുന്നില്ല. അപ്പോൾ വേറൊരു സിസ്റ്ററോട് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു അത് നേരെ തന്നെ കിടന്നിട്ടായിരിക്കും, ഒന്ന് ചെരിഞ്ഞ് കിടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വര ഈ വേദനയും കൊണ്ട് എങ്ങനെ ചെരിഞ്ഞ് കിടക്കുക. അപ്പോൾ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു എനിക്ക് ചെരിഞ്ഞ് കിടക്കാൻ പറ്റുന്നില്ല പറഞ്ഞപ്പോൾ എല്ലാവരും ചെരിഞ്ഞ് കിടക്കുന്നില്ലേ, ചെരിഞ്ഞ് കിടന്നോറോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു നിച്ചുട്ടീൻ്റെ അതിനല്ല ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് ചെരിഞ്ഞ് കിടക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പറ്റുമെങ്കിൽ കിടന്നോ, പറ്റൂല എന്നുള്ള അർത്ഥത്തിലാണ്, എനിക്കന്ന് പറ്റിയിട്ടുമില്ല. അപ്പോൾ ഇപ്പോൾ സിസ്റ്ററുണ്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതായത് വൈകുന്നേരം 5:45-46 എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞത്. അന്ന് രാത്രി ആകുമ്പോഴേക്ക് ഞാൻ മെല്ലെ പിടിച്ച് ചെരിയാൻ നോക്കുമ്പോൾ എനിക്ക് ചെരിയാൻ പറ്റി. അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും രാത്രി മുഴുവൻ എനിക്ക് ചെരിഞ്ഞിട്ടും നല്ല വേദനയുണ്ട്, എന്നാലും ചെരിഞ്ഞും മറിഞ്ഞും എല്ലാം കിടക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. നിച്ചുട്ടീനെ അതിന് എനിക്ക് 2 ദിവസം എടുത്തിന് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സി സെക്ഷൻ കഴിഞ്ഞ് ആ വാക്കെല്ലാം കഴിഞ്ഞിട്ട്. പക്ഷേ ഇതെനിക്ക് ഒറ്റയ്ക്ക് തന്നെ തിരിയാനും മറിയാനും കുറച്ച് റിസ്ക് എടുത്തിട്ടാണെന്നും പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. ഈശ്വര വേദന വേഗം റിക്കവർ ആവുമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വെച്ചു ജനറൽ അനസ്തേഷ്യ ആയതുകൊണ്ട് എനിക്ക് വേദന വേഗം അറിയാൻ തുടങ്ങിയല്ലോ, അതുകൊണ്ട് വേഗം റിക്കവർ ആവുകയും ചെയ്യുന്നുണ്ടാകും. അങ്ങനെ വിചാരിച്ച് സമാധാനിച്ചു. അതിനിടയിൽ ഫീഡ് ചെയ്യാനെല്ലാം കൊണ്ടുവന്നു കേട്ടോ. ഫീഡ് ചെയ്യാനെല്ലാം കൊണ്ടുവന്ന് വാവേനെ കണ്ട് പാലെല്ലാം കൊടുത്ത് നല്ല ഹാപ്പിയായി. ഏട്ടൻ കാണാൻ വന്ന് എല്ലാവരും വന്ന് ഹാപ്പിയായി. നിച്ചൂട്ടി പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കാണാൻ വന്നിട്ടില്ല. ഞാൻ പറയും ചെയ്തു ഏട്ടനോട് നിച്ചൂട്ടിനെ കൊണ്ടുവരണ്ട എന്ന് വെച്ചാൽ ആടെ കിടക്കുന്ന സമയത്ത് മൊത്തം ഇങ്ങനെ മേത്തെല്ലാം കുത്തി കൈക്കെല്ലാം കുത്തി ഇത് ഗ്ലൂക്കോസ് കയറ്റുന്നുണ്ട്. പിന്നെ ബാക്കി കുറേ പേഷ്യൻസ് ഉണ്ട്. അതെല്ലാം കാണുമ്പോൾ നിച്ചൂട്ടിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. എന്നെ ഇങ്ങനെ കാണുന്ന സമയത്ത് നിച്ചുവിന് സങ്കടമായിരിക്കും. അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം എന്തായാലും റൂമിലേക്ക് കൊണ്ടുവരുമല്ലോ. അപ്പം നിച്ചൂട്ടിനെ കാണാമെന്ന് പറഞ്ഞു. നിച്ചൂട്ടി അങ്ങോട്ട് വന്നിട്ടുമില്ലേ. അടുത്ത ദിവസം രാവിലെ നമുക്ക് റൂമിലേക്ക് മാറ്റാമെന്നാണ് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ആയിട്ട് ഞാനിങ്ങനെ കാത്തുനിന്നു ഡോക്ടർ വരാൻ വേണ്ടിയിട്ട്, ഒന്ന് വേഗം വന്നാൽ പിന്നെ റൂമിലേക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ അങ്ങനെ ഡോക്ടർ വന്നു ഒരു 10 മണിയാകുമ്പം. എന്നിട്ട് പറഞ്ഞു റൂമിൽ മാറ്റാനായിട്ടില്ല, ഇന്നലെ വൈകുന്നേരമല്ലേ നമുക്ക് ഓപ്പറേഷൻ കഴിഞ്ഞേ, അപ്പോൾ ഇന്ന് വൈകുന്നേരം ആവണം എന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഈശ്വര എന്നും കുറേ നേരം ഇതിൻ്റെ ഉള്ളിൽ കിടക്കണമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ പറയാതിരിക്കാൻ വയ്യ, ആ പോസ്റ്റ് ഒ പിയിൽ കുറേ സ്റ്റുഡൻസ് ഉണ്ടായിനെ. ഈ നഴ്സിങ്ങിന് പഠിക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ അവിടെ ട്രെയിനിങ്ങിന്, അവർ നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിന്. എന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാനും എല്ലാം നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫസ്റ്റ് വാക്ക് ആഫ്റ്റർ സി സെക്ഷൻ നമ്മൾ ബാത്റൂമിലേക്ക് നടന്ന് പോയി അവിടുന്ന് യൂറിൻ പാസ് ചെയ്തിട്ട് തിരിച്ച് വന്നാൽ മാത്രമേ നമ്മളെ റൂമിലേക്ക് മാറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതാണ് അടുത്തൊരു വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ മെല്ലെ ഇറങ്ങി ആ സ്റ്റുഡൻസ് എന്നെ പിടിച്ച് കൊണ്ടുപോയി യൂറിൻ പാസ് ചെയ്യാനിരുന്നിട്ട് എങ്ങനെ യൂറിൻ പാസ്സാവുന്നില്ല. കുറേ സമയം എടുത്തു ബാത്റൂമിൻ്റെ ഉള്ളിൽ. പക്ഷെ അത് ചെയ്താൽ മാത്രമേ റൂമിലേക്ക് മാറ്റുള്ളൂ. അങ്ങനെ അവിടെ ഇരുന്ന് കുറേ നേരം എടുത്ത് യൂറിൻ പാസ്സായിട്ട് എനിക്ക് തന്നെ ഇപ്പം വണ്ടറാവുന്ന എന്താ വെച്ചാൽ ഞാൻ തിരിച്ച് ഒറ്റയ്ക്ക് നടന്നിട്ട് വന്നു ബെഡിലേക്ക്. എനിക്ക് തീരെ തോന്നിയിട്ടില്ല അങ്ങനെ പറ്റുമെന്നുള്ളത്. നിച്ചുട്ടീനൊന്നും എനിക്ക് പറ്റിയിട്ടുമില്ല. തിരിച്ച് ബാത്റൂമിൽ നിന്ന് ഞാൻ ഒറ്റക്കാന്ന് മെല്ലെ നടന്നിട്ട് ബെഡിലേക്ക് വന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു ഏതായാലും എണീറ്റല്ലോ, ഒരു 2 റൗണ്ട് നടന്നിട്ട് കയറിയിരുന്നോ, എന്നാൽ പെട്ടെന്ന് വേദന റിക്കവർ ആവുമെന്ന്. നമ്മൾ സി സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വേദന പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കൂടുതൽ നടക്കുന്നോ അത്രയും വേഗം നമ്മളെ വേദന മാറും. അപ്പോൾ ഞാനൊരു ചെറിയ 2 റൗണ്ട് നടന്നിട്ട് അവിടെ കയറിയിരുന്നു. അപ്പോൾ എനിക്ക് സമാധാനമായി. ഈശ്വര എൻ്റെ സി സെക്ഷൻ്റെ ആ വലിയ വേദന മാറിക്കിട്ടി, റൂമിലേക്ക് മാറ്റുമ്പം തന്നെ മാറിക്കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമായി. അങ്ങനെ പിന്നെ വൈകുന്നേരം ആകുമ്പം റൂമിലേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. നിച്ചുട്ടീനെ അടുത്ത് വിളിച്ച് കുറേ നേരം നിച്ചുട്ടീൻ്റെ അടുത്ത് കിടന്ന് പിന്നെ അപ്പോഴേക്കും എൻ്റെ അച്ഛനും ഏച്ചിയും ഏട്ടനും പിള്ളേരും അതിൻ്റെ എല്ലാവരും വന്നിട്ടുണ്ടായിന്. എല്ലാവരെയും കണ്ട് ഭയങ്കര ഹാപ്പിയായി, സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഫുഡെല്ലാം കഴിച്ച് ആ വേദന കുറച്ചുണ്ടായത് വാവേനെ കയ്യിൽ കിട്ടി. വാവേനെ റൂമിൽ അടുത്ത് കിട്ടിയപ്പോൾ നിച്ചുവിനെയും വാവേനെയും കൂടെ ഒപ്പരം പിടിച്ചപ്പം തന്നെ ആ വേദന കുറച്ചും കൂടി ഉണ്ടായതും കൂടി അങ്ങോട്ട് മാറി കിട്ടിയിട്ടാ. പിന്നെ ഫുൾ സപ്പോർട്ടിന് അമ്മയും തക്കടും ഏട്ടനും അഗിയേട്ടനും അച്ഛനും ഫുൾ ടൈം ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ തീരെ പ്രശ്നമേ ഇല്ല, എല്ലാവരും കൂടി ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ് ഉണ്ടായത്. എൻ്റെ ഏച്ചി ഹോസ്പിറ്റലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എല്ലാം ബാഗെല്ലാം എടുത്തിട്ട് വന്നതാണ്. പക്ഷേ ഇപ്പം തന്നെ ഇത്രയും ആളുണ്ട്. അപ്പോൾ പിന്നെ ഏച്ചി പിള്ളേരെല്ലാം വീട്ടിലാക്കി ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഏച്ചീനെ തിരിച്ചയച്ചു. അല്ലെങ്കിൽ തന്നെ ഓൾറെഡി അമ്മയും തക്കടും ഏട്ടനും നിച്ചുട്ടിയും ഇത്രയും ആൾ സ്ഥിരം ഹോസ്പിറ്റലിൽ തന്നെ നിന്നേനെ. അപ്പോൾ അങ്ങനെ ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് ഹോട്ടൽ ഫുഡൊന്നും തീരെ പറ്റുന്നുണ്ടായിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു വെച്ചാൽ അടുത്ത ദിവസം മുതൽ അഗിയേട്ടനും അച്ഛനും രാത്രി വീട്ടിലേക്ക് വരുവേ. അവർ വരുമ്പം രാവിലെ ചോറും ഏട്ടൻ മീനെല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് വരും എല്ലാ ദിവസവും, ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം. അപ്പോൾ അതുകൊണ്ട് മര്യാദക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റി. അല്ലെങ്കിൽ ഹോട്ടൽ ഫുഡ് എനിക്ക് തീരെ പറ്റുന്നുണ്ടായിട്ടില്ല കഴിക്കാൻ. അപ്പോൾ ഇവർ രണ്ടാളും കൂടെ പാവം ഫുഡെല്ലാം എടുത്തിട്ട് വന്നതുകൊണ്ട്
തയ്ക്കാൻ പറ്റി അടുത്ത ദിവസം. അങ്ങനെ നോർമലായിട്ട് നല്ല സുഖമായിട്ട് 2 ദിവസം കടന്നുപോയി. നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ 2ാമത്തെ ദിവസം തന്നെ. അപ്പോൾ ആ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾ തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിന്, ഇതെന്നാ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് റിക്കവർ ആയോ ചേച്ചി, എന്ത് കൂളായിട്ടാണ് ഇരിക്കുന്നത്, വേദനയൊന്നും ഇല്ലേ എന്നെല്ലാം ചോദിച്ചിട്ട്. വേദനയുണ്ട്, പക്ഷെ എനിക്ക് പെട്ടെന്ന് റിക്കവറായി. പക്ഷേ വില്ലനായിട്ട് അതാ ഒരു സാധനം. എനിക്ക് 2ാമത്തെ ദിവസം രാത്രിയെല്ലാം ആകുമ്പോഴേക്ക് മോശം പോയിട്ടുണ്ടായിട്ടില്ല, വയറ്റിന്ന് പോയിട്ടുണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഡോക്ടർ ടാബ്ലറ്റ് വെച്ച് എന്നിട്ടും പോകുന്നില്ല. അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ഗ്യാസിൻ്റെ ഒരു പ്രശ്നം പോലെയോ അങ്ങനെയെല്ലാം ഉണ്ടായിന്. പിന്നെ അന്ന് രാത്രി ആകുമ്പോഴേക്ക് എനിക്ക് പുറത്ത് നമ്മളിങ്ങനെ നടുവിൻ്റെ മേലെയുള്ള ഈ ഒരു ഭാഗത്ത് ഗ്യാസ് കയറി നിൽക്കുമോ എന്താണെന്നറിയില്ല, ഭയങ്കര വേദന. എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുന്നില്ല. ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായ വേദനേനെക്കാളും വേദന. ഒന്ന് ബെഡിൽ നിന്ന് എണീറ്റ് ബാത്റൂമിലേക്ക് പോകണമെങ്കിൽ ആരെങ്കിലും അപ്പുറം ഇപ്പുറം പിടിക്കാണ്ട് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ. അപ്പോൾ ഞാൻ മെൻ്റലി ഫുള്ള് ഡൗൺ ആയി. ഓപ്പറേഷൻ കഴിഞ്ഞ വേദന വരെ ഒരു ദിവസം കൊണ്ട് എനിക്ക് മാറിക്കിട്ടീനി. പക്ഷേ ഈശ്വര, എന്നിട്ട് ഇങ്ങനെ ഒരു വേദന എന്താണെന്ന് വെച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി. അപ്പോൾ ഡോക്ടറോട് പറയുമ്പോൾ എനിക്ക് നടുവേദന എന്ന് പറയാനും പറ്റില്ല, കുറച്ച് മേലെയാണ്, ഗ്യാസ് കയറിയതാണോ എന്ന് എനിക്ക് അറിയൂല്ല, എന്താണെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായത്. അങ്ങനെ ഭയങ്കര ഇരിക്കാൻ പറ്റുന്നില്ല. അവൾക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിരിക്കുമ്പം അങ്ങനെ നിന്ന് തക്കുടെല്ലാം കുറേ ഇങ്ങനെ മസാജ് ചെയ്ത് നിന്ന് കുറേ നേരം കിടന്ന് അങ്ങനെ എങ്ങനെയല്ലോ നേരം വെളുപ്പിച്ച് ഡോക്ടർ വന്ന് ഡോക്ടറോട് പറഞ്ഞ്. അപ്പം ഡോക്ടർ പറഞ്ഞു, എന്നാൽ എനിമ തരാം ടോയ്ലറ്റ് പോകാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. എനിക്ക് എനിമേൻ്റെ എക്സ്പീരിയൻസ് ഫസ്റ്റ് ഡെലിവറിക്കും സെക്കൻഡ് ഡെലിവറിക്കും ഇല്ല. അപ്പോൾ ഏതായാലും അതും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ആ എനിമ തന്ന് എന്നിട്ട് പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ പോകാൻ തോന്നി. കാര്യമായിട്ട് ഒന്ന് ജസ്റ്റ് പോയിട്ട് വന്നു, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ വേദന എനിക്ക് മാറുന്നില്ല കേട്ടോ. ഒരു 2 ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് നല്ലോണം അനുഭവിച്ചു. ആ സി സെക്ഷൻ്റെ വേദന മാറിയതിന് അത്രയും ഇതായിട്ട് ഈ വേദന അനുഭവിക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ ഇങ്ങോട്ട് ഡിസ്ചാർജ് ആയി വരുന്ന ആ ഒരു സമയം ആകുമ്പോഴേക്കാണ് അത് ഓക്കെ ആയത്. പിന്നെ പെയിനിൻ്റെ ഇഞ്ചക്ഷൻ തന്നു ആ വേദന മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് മരുന്നുകളെല്ലാം കുറച്ച് അധികം വേണ്ടി വന്നു ഈ ഒരു വേദനയും കൂടെ വന്നതുകൊണ്ട്. അത് ഭയങ്കരമായിട്ട് സങ്കടമായിപ്പോയി. പിന്നെ ഡിസ്ചാർജ് ആയിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പം ഫുള്ള് സാറ്റിസ്ഫാക്ഷൻ. എന്തായാലും നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ആശ്വാസമാവുമല്ലോ. പിന്നെ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് നല്ലോണം ആശ്വാസമായി. ഇനിയിപ്പോൾ ഇവിടെ റെസ്റ്റ് എടുത്താൽ മതിയല്ലോ എന്നുള്ള കണ്ടീഷനിലായി. ഹോസ്പിറ്റലിലെ ചിലവ് എത്രയായി, ബില്ല് എത്രയായി എന്നെല്ലാം കുറേ കമൻറ്റ്സ് അന്നേരം ഉണ്ടായി. ആ സമയത്ത് ഒന്നിനും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല. നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്, സി സെക്ഷനും കൂടിയാണ്. അപ്പോൾ എൻ്റെയും വാവേൻ്റെയും ബില്ലും മെഡിസിനും എല്ലാം അടക്കം ഏകദേശം ഒരു 75,000 75,000 ആ ഒരു റേഞ്ചിൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ബില്ല്. കുറേ പേര് ചോദിച്ചുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഡയബറ്റിക് ഷുഗറിനെ പറ്റിയിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഉണ്ടായതുകൊണ്ട് സെക്കൻഡ് പ്രഗ്നൻസിയിൽ ഞാൻ കൺട്രോൾഡ് ആയിരുന്നു. ലാസ്റ്റ് 9 മന്ത് ആയപ്പോൾ ഒരു കൂടാനുള്ളൊരു ടെൻഡൻസി ഉണ്ടായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു 9 മന്തിൽ നോർമലി ഉള്ള ആൾക്ക് തന്നെ കൂടും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നമുക്ക് പ്രിക്കോഷൻ എടുക്കാമെന്ന് വെച്ചിട്ട് ഒരു 2 ആഴ്ചത്തേക്ക് ഒരു ടാബ്ലറ്റ് വന്നിട്ടുണ്ടായിന്. അത്ര മാത്രമേ ഉള്ളൂ. ഷുഗറിനെ കൊണ്ടുള്ള വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ കമൻറ്റ്സ് വരുന്നുണ്ട് വാവേൻ്റെ വെയിറ്റ് എത്ര ഉണ്ടായിനി എന്നുള്ളത്. വാവ ജനിക്കുമ്പം 2,750 കേട്ടോ ഉണ്ടായത്. 1 വീക്ക് മുന്നേ ആണ് ഡെലിവറി ഉണ്ടായത്. അപ്പം ആ സമയത്ത് 2,750 വെയിറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നേരത്തെ ആയതുകൊണ്ട് വെയിറ്റ് നല്ലോണം കുറഞ്ഞാൽ കൂടുതൽ സമയം NICUയിൽ വെക്കേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്ത ടെൻഷനെല്ലാം ഉണ്ടായിന്. പക്ഷേ വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ നിച്ചൂട്ടിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. നിച്ചൂട്ടി അത്രയും നാൾ വരെ അതിൻ്റെ പോകുന്നതിൻ്റെ തലേ ദിവസം വരെ എൻ്റെ അടുത്ത് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അല്ലാണ്ട് ഉറങ്ങൂല. പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് മാക്സിമം സഹകരിച്ചു കേട്ടോ. ഏട്ടൻ്റെ കൂടെ കിടന്നുറങ്ങി മൊത്തത്തിൽ. പിന്നെ ആ ഒരു 5 ദിവസം ആ ക്ലോസ്ഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ ആ റൂമിൽ നിന്നിട്ട് മോക്ക് നല്ലോണം മടുപ്പ് പിടിച്ചിന്. ആ ഒരു ചെറിയ വാശിയും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആകുമ്പോൾ കുട്ടികളെ കൂട്ടിലിട്ട പോലെ ആവുമല്ലോ. അതുകൊണ്ട് അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ബാക്ക് തന്നെയാണ്. എന്നെ എന്തായാലും ആ സമയത്ത് കിട്ടൂല എന്ന് മോക്ക് അറിയാമല്ലോ. അതുകൊണ്ട് അച്ഛൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ബാക്ക് തന്നെയാണ് നടന്നിട്ടുണ്ടായത്. അങ്ങനെ വീട്ടിലെത്തിയപ്പം എല്ലാം ഓക്കെ ആയി. എല്ലാം ഒന്ന് സെറ്റായി വരുന്നേ ഉള്ളൂ. ഒരു 3 ദിവസമായിട്ടുണ്ടാവും വീട്ടിലെത്തിയിട്ട് എല്ലാം ഒന്ന് സെറ്റായി കുളിക്കാനെല്ലാം തുടങ്ങി. അങ്ങനെ ആയി വരുമ്പോഴാണ് ഒരു ദിവസം രാത്രിക്ക് ഒരു തലവേദന വന്നു. തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിടക്കാൻ പറ്റുന്നില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഭയങ്കര തലവേദന. ഇങ്ങനെ തലവേദന കൊണ്ട് നമുക്ക് സാധാരണ നെറ്റിക്കുണ്ടാവില്ല തലവേദന, അതല്ല സംഭവം. ഈ തലക്കാണ് വേദന. ഒരുമാതിരി ഇങ്ങനെ കുത്തുന്ന പോലത്തെ, നമ്മൾ ഹാർട്ട് ബീറ്റിൽ ടക്ക് ടക്ക് അങ്ങനെ അടിക്കൂലേ, അതുപോലെ തലക്കൊരു വേദന, ഇങ്ങനെ കുത്തുന്നൊരു തലവേദന. അപ്പോൾ ഞാൻ എണീറ്റ് നടക്കുകയെല്ലാം ചെയ്ത് അപ്പോൾ ഒരു കുഴപ്പമില്ല. കിടക്കുന്ന സമയത്ത് വീണ്ടും അങ്ങനെ തന്നെ തലവേദന.
അത് ഇപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും അത് ടെൻഷൻ ആവുന്നു കേട്ടോ. എൻ്റെ അമ്മ ഇങ്ങനെ കുറേ മസാജ് ചെയ്ത് തന്ന് തലക്ക് അങ്ങനെ ഇങ്ങനെല്ലാം സെറ്റാക്കി തന്ന്, പക്ഷെ എങ്ങനെ അത് ശരിയാവുന്നില്ല. ഞാൻ കുറേ നേരം ഇരുന്നിട്ടെല്ലാം നേരം വെളുപ്പിച്ചു. രാവിലെ നമുക്ക് വലിയ പ്രശ്നമില്ല, എന്ന് വെച്ചാൽ എണീറ്റ് നടക്കാനെല്ലാം തുടങ്ങിയല്ലോ, വലിയ പ്രശ്നമില്ല. അന്ന് ഉച്ചക്ക് കുറച്ച് നേരം കിടന്നപ്പോൾ വീണ്ടും ആ തലവേദന, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പ്രശ്നമില്ല. പിന്നെ നമ്മൾ നോർമലി എന്നാ വിചാരിക്കുക, ഡെലിവറി എല്ലാം കഴിഞ്ഞതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ ഉറക്കം 2-3 ദിവസം ഹോസ്പിറ്റലിൽ നിന്നായാലും 2 മണിക്കൂർ കൂടുമ്പോൾ 1.5 മണിക്കൂർ കരയുമ്പോൾ ഫീഡ് ചെയ്യാൻ എണീക്കണം. ഉറക്കം നല്ലോണം ഡിസ്റ്റർബ്ഡായി, ഉറക്കം ഒഴിഞ്ഞാൽ തന്നെ തലവേദനയെല്ലാം ഉണ്ടാവുമല്ലോ, ആ തലവേദനയാണെന്നെല്ലാം വിചാരിച്ച് അങ്ങനെ നിന്ന് അന്ന് രാത്രി അടുത്ത ദിവസം രാത്രി ഒരു 10 മണി 10:30 ആകുമ്പോൾ വീണ്ടും ആ തലവേദന കിടക്കുമ്പം. അപ്പോൾ ഡോക്ടറെ വിളിച്ചു ചോദിക്കണമെങ്കിൽ നല്ല ലേറ്റ് ആയില്ലേ, 10:30-11 മണിക്കൊന്നും നമുക്ക് ഡോക്ടറെ വിളിക്കാനുള്ള ഒരു മടിയല്ലേ. അപ്പോൾ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ഡോക്ടർ എപ്പോഴും വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ തരാറുണ്ട്. പക്ഷെ അത്ര ലേറ്റ് ആയതുകൊണ്ട് വിളിക്കാനുള്ള മടിയുകൊണ്ട് ഞാൻ ഡോക്ടറെ ഇങ്ങനെയുണ്ട്, കിടക്കുമ്പോൾ തലവേദന കുഴപ്പമുണ്ടോ എന്നാണെന്നെല്ലാം ചോദിച്ചിട്ട് ഡോക്ടർക്ക് മെസ്സേജ് അയച്ചു. പക്ഷെ ഡോക്ടർ കണ്ടിട്ടില്ല. 11 മണിക്കെല്ലാം ആകുമ്പോൾ എന്തായാലും കാണൂലല്ലോ. അങ്ങനെ ആ ദിവസവും ഞാൻ എങ്ങനെയല്ലോ കൂടെ കിടന്നിട്ട് ഉറങ്ങി നേരം വെളുപ്പിച്ച്. രാവിലെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കുണ്ട് ഡോക്ടർ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നു. രചന അങ്ങനെ തലവേദന ഉണ്ടെങ്കിൽ അത് കുറച്ച് പ്രശ്നമാണ്, കിടക്കുമ്പോൾ മാത്രമുള്ള തലവേദന നമ്മൾ ശ്രദ്ധിക്കണം, അതൊരു കേസ് ആണ് സംഭവം. എന്തായാലും ഹോസ്പിറ്റലിലേക്ക് ഇപ്പം തന്നെ വന്നോ, നമുക്കൊന്ന് അഡ്മിറ്റായിട്ട് ഒന്ന് സ്കാനെല്ലാം ചെയ്ത് നോക്കേണ്ടി വരും എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് എല്ലാം ഒന്ന് സെറ്റ് ആവുന്നത്രേ. അപ്പം വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് അഡ്മിറ്റ് എന്നെല്ലാം പറയുമ്പം ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടായിട്ടില്ല. വീണ്ടും എല്ലാം പാക്ക് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് അലക്കി ഇട്ടതേ ഉണ്ടായിരുന്നുള്ളൂ, അതെല്ലാം വീണ്ടും പാക്ക് ചെയ്തിട്ട് അന്ന് സന്ധ്യ ആകുമ്പോൾ വൈകുന്നേരം ആകുമ്പം വീണ്ടും നമ്മൾ കൊയിലിയിലേക്ക് പോയി. അപ്പം ലേബർ റൂമിലേക്ക് കയറ്റി അവിടെ കിടത്തി പ്രഷർ ചെക്ക് ചെയ്യുമ്പോഴേക്ക് ഹൈ പ്രഷർ 100-150 ഉണ്ട് പ്രഷർ, 150-100 ഉണ്ട് പ്രഷർ. അപ്പോൾ ഹൈ പ്രഷറാണ്. അപ്പോൾ സിസ്റ്റർ എന്നോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് തലകറക്കം ഉണ്ടായിനോ, ക്ഷീണമാവുന്നുണ്ടായിനോ, അങ്ങനെയെല്ലാം ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, എനിക്കൊന്നും ഉണ്ടായിട്ടില്ല, ഈ ഒരു തലവേദന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറെ ഒന്നും ഒരു പ്രശ്നവും എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോഴേക്ക് ഡോക്ടർ വന്നിട്ടില്ല. ഡോക്ടർ സി സെക്ഷൻ വേറെ ആർക്കോ സി സെക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലാണ് ഉണ്ടായി. അപ്പോൾ ഇവർ ഡോക്ടറെ വിളിച്ച് ചോദിച്ചിട്ട് എനിക്കൊരു ടാബ്ലറ്റ് തരാൻ പറഞ്ഞു, ഡ്രിപ്പ് ഇടാൻ പറഞ്ഞു, അതെല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓരോ സിസ്റ്റർമാരും എന്നോട് വന്നിട്ട് പറയുന്നത്, മോളെ ടെൻഷൻ ഒന്നും അടിക്കണ്ട, എന്തിനാ ടെൻഷൻ, അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. സിസ്റ്റർ അതിൽ ചോദിക്കുന്നത്, വീട്ടിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, വാവ ഉറങ്ങുന്നല്ലോ ഇല്ലേ, വീട്ടിൽ എല്ലാവരും സപ്പോർട്ടല്ലേ. ഞാൻ പറഞ്ഞു, സിസ്റ്റർ എനിക്ക് ഒരു പ്രശ്നമില്ല, വീട്ടിലെല്ലാം നല്ല കൂളായിട്ടാണ് ഉണ്ടായ, ഒരു പ്രശ്നവും ഇല്ല, വെറുതെ തലവേദന മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിനെ, ലതാ സിസ്റ്റർ, പറയാതിരിക്കാൻ വയ്യ, സീനിയർ സിസ്റ്ററാണേ കൊയിലിയിലത്തെ. ആ സിസ്റ്റർ പാവം വന്നിട്ട് ഇങ്ങനെ, മോളെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ഇങ്ങനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു സമാധാനം ഉണ്ടായിന് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത്. അങ്ങനെ കുറേ നേരം അവിടെ കിടക്കുക എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് എനിക്ക് കാര്യം എന്താണെന്നുള്ളത് ക്ലീനായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഇതൊരു കണ്ടീഷനാണ്, നമുക്ക് ഡെലിവറി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു കണ്ടീഷനാണിത്. ഇതിനെ പ്രസ് എന്നാണ് പറയുക, അതായത് പോസ്റ്റീരിയർ റിവേഴ്സിബിൾ എൻസെഫലോപ്പതി സിൻഡ്രോം എന്നാണ് ഇതിനെ പറയുക. ഷോർട്ടാക്കിയിട്ട് പ്രസ് എന്ന് പറയും. അതായത് നമുക്ക് തലവേദന ആയിരിക്കും, നോർമലി ഉള്ള തലവേദന, എണീറ്റ് നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഉള്ള തലവേദന അല്ല, കിടക്കുമ്പോൾ മാത്രം തലവേദന വിത്ത് ഹൈ പ്രഷർ, നമ്മുടെ BP ഭയങ്കര ഹൈ ആയിരിക്കും. ഇതാണ് അതിൻ്റെ ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ള ഒരു കണ്ടീഷനാണ്, വളരെ റെയറായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ വരുന്നുള്ളൂ. എൻ്റെ ഡോക്ടർ രമാദേവി അത്രയും സീനിയർ ആയിട്ടുള്ള ഡോക്ടറാണ്. ഡോക്ടറെ ഈ ഒരു കരിയർ ജേണിയിൽ തന്നെ 3ാമത്തെ ആളാ പോലും ഞാൻ ഇങ്ങനെ ഉണ്ടാവുന്നത്. അതായത് ഈ പ്രഷർ കൂടുന്നതുകൊണ്ടാണ് ഈ തലവേദന വരുന്നത്. അപ്പം നമ്മൾ അധികം വെച്ച് നിന്നാൽ അതിൻ്റെ മുകളിലത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് മെമ്മറി ലോസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫിറ്റ്സ് ഉണ്ടാവും, അതെല്ലാം സ്ട്രോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ പല കണ്ടീഷൻസും ഉണ്ടാവും. പക്ഷെ എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഈ തലവേദന മാത്രമേ ഇവിടുന്ന് പോകുമ്പോൾ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ആ സമയം പോയത് നന്നായി. ഡോക്ടർക്ക് തന്നെ 3ാമത്തെ ആളാണെന്നെല്ലാം പറഞ്ഞു. അപ്പം കുറച്ച് ടെൻഷനായി കേട്ടോ. സംഭവം ഇതെന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ളത് എനിക്കും തോന്നി. പുറത്ത് ഇവരോടെല്ലാം പറഞ്ഞു,
പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് നമുക്കൊരു ന്യൂറോളജിസ്റ്റിനെ കാണണം, എന്നിട്ട് കുറച്ച് സ്കാനും കാര്യങ്ങളെല്ലാം ചെയ്യണം, എന്നിട്ട് നോക്കണം എന്ന് പറഞ്ഞു. അപ്പം അവിടെ തന്നെ ഡോക്ടർ സിസ്റ്ററും പറഞ്ഞു മെമ്മറി ലോസ് ഉണ്ടോ അതെല്ലാം ചെക്ക് ചെയ്തു. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ഞാൻ ഭയങ്കര കൂളായിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ സിസ്റ്ററും ഡോക്ടറും എല്ലാം കുറച്ച് ഇങ്ങനെ ഇതാവാൻ തുടങ്ങി, ടെൻഷൻ ആവാൻ തുടങ്ങി. അപ്പോൾ പറഞ്ഞു ന്യൂറോളജിസ്റ്റിനെ കാണണമെങ്കിൽ കൊയിലിയിൽ ന്യൂറോളജിസ്റ്റ് അവൈലബിൾ അല്ല, 1 വീക്കിന് ലീവാണ് ഡോക്ടറെ വിളിച്ചാൽ കിട്ടുന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ന്യൂറോളജിസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണം, മിംസിൽ എന്തായാലും ഡോക്ടർ ഉണ്ടാവുമെന്ന് എൻ്റെ ഡോക്ടർ പറഞ്ഞു, രമാദേവി ഡോക്ടർ പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്നാൽ പിന്നെ മിംസിലേക്ക് തന്നെ പോവാം, പെട്ടെന്ന് അധികം റിസ്ക് എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കയ്യിൽ ഇതൊക്കെ ചാനലൊക്കെ ഇട്ടിട്ടുണ്ടായിനി, അതും കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, മിംസിലേക്ക് വിട്ടു. എൻ്റെ ഡോക്ടർ ഇവിടുന്ന് ഒരു ലെറ്റർ എല്ലാം എഴുതി തന്നു, പോയിട്ട് അവിടെ എത്തിയിട്ട് വിളിക്കണം എന്നെല്ലാം പറഞ്ഞു. ഡോക്ടർ പറയാതിരിക്കാൻ പറ്റൂല, വീണ്ടും ഡോക്ടർ രമാദേവി അത്രയും സപ്പോർട്ടാണ് കേട്ടോ ഉണ്ടായത്. മൊത്തം പ്രഗ്നൻസി ജേണിയിൽ മൊത്തം നിച്ചുട്ടിൻ്റെ സമയത്ത് ഡോക്ടറുമായിട്ട് അത്ര ക്ലോസ് ആയിരുന്നില്ല, ആ സമയം കൊറോണയിലുള്ള സമയമായതുകൊണ്ട്. പക്ഷേ ഈ ഒരു പ്രഗ്നൻസിയിൽ ഡോക്ടർ അത്രയും സപ്പോർട്ടാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ പ്രസ് വന്ന ഈ ഒരു സമയത്ത് ലൈഫിൽ മറക്കൂല, അത്രയും സപ്പോർട്ടാണ്. അങ്ങനെ നമ്മളെ വണ്ടിയിൽ കയറി മിംസിലേക്ക് വിട്ട് മിംസിലെത്തി. നമ്മൾ മിംസിലെത്തുമ്പം തന്നെ ഡോക്ടർ ഇവിടുന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി തന്നിട്ടുണ്ടായിനെ. നേരെ വീൽ ചെയറിൽ കയറ്റി കൊണ്ടുപോയി. മിംസിലെത്തുമ്പോൾ മൊത്തം ഒരു ഭീകരത, അത്രയും വലിയൊരു ഹോസ്പിറ്റലല്ലേ അത്, അവിടെ ആദ്യമായിട്ടാണ് പോവുകയും ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ നേരെ റെഡ് സോണിലേക്കാണ് കയറ്റിയത്. എന്നിട്ട് എന്താ കണ്ടീഷനൊക്കെ ഡോക്ടർ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു കാര്യം പറയാം, നമുക്ക് ജീവൻ രക്ഷിക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ മിംസ് പോയാൽ അത് നടക്കും എന്നുള്ള കാര്യം അന്ന് അവിടെ പോയപ്പോൾ എനിക്ക് മനസ്സിലായിട്ട്. അത്രയും വേറെ ഏത് ഹോസ്പിറ്റലിൽ പോയാലും ഇത്ര ക്വിക്കായിട്ടുള്ള ആക്ഷൻസ് ഉണ്ടാവലില്ല. കാഷ്വാലിറ്റിയിലെല്ലാം പോയി കഴിഞ്ഞാൽ ഡോക്ടർ വന്ന് സിസ്റ്റർ വന്ന് കാര്യങ്ങൾ ചോദിക്കുന്നു, ഡ്രിപ്പ് ഇടുന്നു, അത്രയും സഡൻ ആയിട്ടുള്ള ആക്ഷൻസ് ആണ് അവിടെ ഉണ്ടായത്. അപ്പോൾ മിംസ് പോയപ്പോൾ ഡോക്ടർ ക്രിസ്റ്റീന എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായത്. ഡോക്ടർ നല്ല സ്മൂത്തായിട്ട് അതൊക്കെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോഴേക്ക് രമാദേവി ഡോക്ടർ വിളിച്ച് ഈ ക്രിസ്റ്റീന ഡോക്ടർ രമാദേവി ഡോക്ടറുമായിട്ട് സംസാരിച്ച് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽസൊക്കെ എൻ്റെ ഡോക്ടർ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ഇവർ ടെസ്റ്റ് ചെയ്തു, മെമ്മറി ലോസ് ഉണ്ടോ, വേറെ എന്തെങ്കിലും സിംറ്റംസ് കാണിക്കുന്നുണ്ടോ, അതെല്ലാം ടെസ്റ്റ് ചെയ്തു. ഒരു കുഴപ്പമില്ല, അതൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞു. മിംസിലെത്തിയിട്ട് എനിക്ക് BP നോക്കുമ്പോഴേക്ക് നോർമലായിരുന്നു. ഇവിടുന്ന് ഡ്രിപ്പ് ഇട്ടിട്ടാണല്ലോ പോയത്, അതുകൊണ്ട് BP അവിടെ എത്തുമ്പോഴേക്ക് നോർമലായിരുന്നു. അത് രമാദേവി ഡോക്ടറോട് ഇവർ വിളിച്ച് പറഞ്ഞു. അങ്ങനെ MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ MRI ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി സ്ട്രെച്ചറിൽ ഉന്തിയിട്ട് അവിടെ കൊണ്ടുപോയി. ഏട്ടനും കൂടെ വന്നിട്ടുണ്ടായിനെ. അവിടെ എത്തിയിട്ട് അവിടുന്ന് പുറത്തുനിന്നാണ് ആ കൂടെ വന്ന സ്റ്റാഫ് നേഴ്സ് എന്നോട് ചോദിച്ചു, ഓർണമെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഊരി വെച്ചില്ലേ? ഞാൻ പറഞ്ഞു ആ ഊരി. വേറെ മെറ്റൽസും കാര്യങ്ങളും പല്ലിന് വേറെ എക്സ്ട്രാ പല്ല് ഫിറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, പക്ഷെ ഞാൻ ബ്രേസസ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു പല്ലിന്. അപ്പം അത് സിസ്റ്ററും ആ സ്റ്റാഫും അത് ശ്രദ്ധിക്കുന്നത് ബ്രേസസ് ഇട്ടിട്ടുണ്ടല്ലോ എന്ന്. അപ്പം നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും മെറ്റൽസ് ഉണ്ടെങ്കിൽ നമുക്ക് MRI സ്കാൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ബ്രേസസ് റിമൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, പെർമനൻറ്റ് ബ്രേസസ് ആണ്. അപ്പം അത് മൊത്തം കുഴപ്പമായി. MRI ചെയ്യണമെങ്കിൽ ഇതെന്തായാലും മാറ്റവും വേണം. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥ. തിരിച്ച് വീണ്ടും ഇവിടെ റെഡ് സോണിലേക്ക് തന്നെ കൊണ്ടുവന്ന് അവിടെ കിടത്തി ഡോക്ടറോട് കാര്യമെല്ലാം പറഞ്ഞ്. അപ്പോൾ പറഞ്ഞു നമുക്കിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല, ഇത് പെട്ടെന്ന് തന്നെ മാറ്റാനും പറ്റൂല, നമുക്ക് CT സ്കാൻ വിത്ത് വീനോഗ്രാം ചെയ്യുക, അത് ചെയ്ത് നോക്കിയിട്ട് ബാക്കി കാര്യം തീരുമാനിക്കുക, അതിന് ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും CT സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. അതെല്ലാം എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്നിട്ട് എനിക്ക് ഇതുവരെ ഒരു സ്കാനോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ CT സ്കാനിലെത്തി. എനിക്കാണെങ്കിൽ തിരിഞ്ഞ് ബെഡിൽ നിന്ന് മാറി കിടക്കും, അങ്ങനെ പിടിക്കും തിരക്കുകയും ചെയ്യുമ്പോൾ ചെറുങ്ങനെ എന്തായാലും സ്റ്റിച്ചിൻ്റെ വേദന ഇല്ലാണ്ടും ഇരിക്കൂലല്ലോ. അങ്ങനെ CT സ്കാൻ ചെയ്യാൻ കയറ്റി നിരങ്ങി മറ്റേ ബെഡിലേക്ക് കയറി ഇങ്ങനെ കൊണ്ടുപോയി. ആ സ്കാൻ ചെയ്യുന്ന സമയത്തെല്ലാം എനിക്ക് എന്തെല്ലോ ഇങ്ങനെ തോന്നുന്നു, ആദ്യമായിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ. അങ്ങനെ സ്കാനിങ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് കൊണ്ടുവന്നു. അങ്ങനെ സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്നെ ICUയിലേക്ക് മാറ്റി. അപ്പോഴല്ല സമയം ഇങ്ങനെ പോകുന്നുണ്ട്, അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പോഴത്തേക്ക് സമയം രാത്രി 1 മണി, 12:30 1 മണി ആയിട്ടുണ്ട് അതിന് സമയം. മിംസിലായതുകൊണ്ട് പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ ഫുൾ ചെക്ക് ചെയ്തിട്ട് മാത്രമേ അവർ വിടുള്ളൂ. അപ്പോൾ അതൊന്നും നമ്മൾ അറിയണ്ട, അവരിങ്ങനെ ചെയ്തോളൂ, ലാസ്റ്റ് ബില്ല് കിട്ടുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മൊത്തം തല മുതൽ കാല് വരെയുള്ള മൊത്തം ടെസ്റ്റ് ചെയ്തു എന്ന് തോന്നുന്നുണ്ട്. എല്ലാ ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു, എക്സ്റേ എടുത്തു, ബാക്കി സ്കാൻ ചെയ്തു, ECG എടുത്തു, എല്ലാ ടെസ്റ്റും ചെയ്യിപ്പിച്ചിട്ടുണ്ടായിനി. അങ്ങനെ എല്ലാം ചെയ്ത് ICUയിലേക്ക് മാറ്റി. ICUയിലേക്ക് മാറ്റുന്നുണ്ട് എന്നെല്ലാം പറയുമ്പോൾ ഞാൻ വെച്ച് റൂമിലേക്ക് മാറ്റുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ പ്രഷർ കൂടിയതുകൊണ്ട് അത് 24 hours അല്ലെങ്കിൽ രാവിലെ വരെ നമുക്ക് മോണിറ്റർ ചെയ്യണം, അതുകൊണ്ട് ICUയിലേക്ക് മാറ്റുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ICUയിലേക്ക് മാറ്റുമ്പോൾ അവിടെ പല രോഗികളുണ്ട്, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, കുറച്ച് ക്രിട്ടിക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് വല്ലാണ്ടൊന്ന് ടെൻസ്ഡായി കേട്ടോ. പിന്നെ മെയിനായിട്ട്
വാവിയും നിച്ചൂട്ടിയും പുറത്ത് വെയിറ്റ് ചെയ്യാന്ന്. അവരെ കാര്യം ആലോചിച്ചിട്ടാണെങ്കിൽ എനിക്ക് മൊത്തം ടെൻഷൻ. വാവ എന്നാ ചെയ്യുന്നുണ്ടാവോ പുറത്ത് ഇങ്ങനെ ഇരുന്നിട്ട്, നിച്ചുവിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നുണ്ടാവോ, അതെല്ലാം ടെൻഷൻ. എൻ്റെ ക്രിസ്റ്റീന ഡോക്ടർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടറോട്. അപ്പോൾ പറഞ്ഞു അവർ കുഴപ്പമില്ല, അവരെ ഒരു റൂമിലേക്ക് ആക്കിയിട്ടുണ്ട്, വാവ ഓക്കെയാണ്, വാവക്ക് അവർ അവിടെ റൂമിൽ നിന്ന് പാല് കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെയാണ്, അതൊന്നും ചിന്തിക്കണ്ട, വേറെ ഒരു കുഴപ്പമില്ല, ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം ഉറങ്ങിക്കോ, അപ്പോഴത്തേക്ക് തന്നെ രാവിലെ ആകുമ്പോഴേക്കും ഓക്കെ ആയിക്കോളും എന്ന് പറഞ്ഞു. എവിടെ ഉറങ്ങാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം കാണും കേൾക്കും എല്ലാം ചെയ്യുമ്പോൾ ഉറക്കം വരുന്നുണ്ടാവില്ലല്ലോ. അങ്ങനെ ഉറങ്ങാണ്ട് കാത്തുനിന്നു. ആരെയും കാണാനും പറ്റുന്നില്ല, ICUലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഏട്ടനെ കയറ്റുമോ ഒന്നും ചെയ്യില്ലല്ലോ. അങ്ങനെ ഉറങ്ങാണ്ട് രാവിലെ എങ്ങനെയല്ലോ നേരം വെളുപ്പിച്ചു. അതിനിടയിൽ ക്രിറ്റിക്കലായിട്ട് ഒരാൾക്ക് ശ്വാസം കിട്ടാണ്ട് ഡോക്ടർ നഴ്സെല്ലാം ഓടിപ്പോയിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നു, എല്ലാം കാണുന്നുണ്ട് ICUവിൻ്റെ ഉള്ളിൽ നിന്ന്. പക്ഷേ എൻ്റെ പ്രഷർ അതിന് ശേഷം കുഴപ്പമേ ഉണ്ടായിട്ടില്ല കേട്ടോ. അവിടുന്ന് ഫുള്ള് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്, വേറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ആ ഹോസ്പിറ്റലിൽ എത്തിയ പിന്നെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ നേരം വെളുപ്പിച്ച് രാവിലെ ഒരു 7 മണി ആ ഒരു സമയമാകുമ്പോഴേക്ക് ഏട്ടൻ ICUവിനുള്ളിലേക്ക് കാണാൻ വന്നു. അപ്പം തന്നെ എന്തോ ഒരു മരുഭൂമിയിൽ മഴ പെയ്തൊരു സമാധാനം ഉണ്ടായേ. അപ്പോൾ ഏട്ടൻ വന്നു, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് അറിഞ്ഞത് രാത്രി, തലേദിവസം രാത്രി 2 മണിയാകുമ്പോൾ ഇവരെല്ലാവരും ഏട്ടൻ വീട്ടിലേക്ക് കൊണ്ടാക്കി. അവിടെ തീരെ നിൽക്കാൻ ഒരു സൗകര്യമില്ല, വാവേനെയും നിച്ചുവിനെയും എല്ലാവരും കൊണ്ട് നിൽക്കണ്ടേ, തീരെ പറ്റുന്നില്ല. ഏട്ടന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനോ ഡോക്ടർ വിളിക്കുമ്പോൾ പോകാനോ ഒന്നും പറ്റുന്നില്ല, വാവയും നിച്ചു ഉള്ളതുകൊണ്ട്. അപ്പോൾ 2 മണിയാകുമ്പോൾ അമ്മേനെയും തക്കുടൂനെയും അച്ഛനെയും വാവേനെയും നിച്ചുവിനെയും എല്ലാവരും ഏട്ടൻ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കി. എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത ശേഷം മാത്രം തിരിച്ചങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കൊണ്ടാക്കി. അപ്പം കേട്ടപ്പോൾ കുറച്ച് സമാധാനമായി. ആ ആശുപത്രിയിലെ ബുദ്ധിമുട്ടുകൾ സഹിക്കണ്ടല്ലോ, വീട്ടിലാകുമ്പോൾ നിച്ചുവും കുറച്ചും കൂടെ ഒന്ന് ഫ്രഷ് ആകുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഏട്ടൻ വന്നു. പിന്നീട് കുറച്ച് കഴിയുമ്പോൾ ഡോക്ടറും വന്നു. ഡോക്ടർ ബാക്കി സ്കാനിങ്ങിൻ്റെ കാര്യങ്ങളും റിപ്പോർട്ടും എല്ലാം നോക്കി ഇതിലൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ആ ന്യൂറോളജിസ്റ്റ് വന്നിട്ട് എന്നെ ചെക്ക് ചെയ്തു, മെമ്മറി ലോസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതൊന്നുമില്ല, ഓക്കെയാണ്. ഡോക്ടർ പറഞ്ഞു അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നുമില്ല, ഈ ഹെഡേക്കും BP കൂടിയതും മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇവർ വീട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മെയിൻ ആശ്വാസം എന്താണെന്ന് വെച്ചാൽ തക്കുടും ഉണ്ടായിരുന്നല്ലോ കൂടെ. അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള ആശ്വാസം എന്ന് വെച്ചാൽ അമ്മക്ക് ഒറ്റക്കാകുമ്പം അമ്മക്ക് ഹാൻഡിൽ ചെയ്യാൻ, കുഞ്ഞു വാവയല്ലേ, അപ്പോൾ ഹാൻഡിൽ ചെയ്യാനും പാല് കൊടുക്കാനും നമ്മുടെ ഫോർമുല മിൽക്കെല്ലാം കൊടുക്കണമല്ലോ, ഞാനില്ലാത്തതുകൊണ്ട് അത് കൊടുക്കാനെല്ലാം നമുക്ക് ഒരു പേടിയാണ്, കുഞ്ഞു വാവയായതുകൊണ്ട്. പിന്നെ നിച്ചുവിനെയും മാനേജ് ചെയ്യണം, ഏട്ടനും ഇല്ല ഞാനും ഇല്ല. പക്ഷേ തക്കുടും ഉണ്ടായതുകൊണ്ട് പ്രശ്നമേ ഉണ്ടായിട്ടില്ല. ഫുൾ ടൈം വാവേനെ ഫുള്ള് മാനേജ് ചെയ്ത് എല്ലാം സെറ്റാക്കി, പാലെല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ടായിനി. അങ്ങനെ ഡോക്ടർ എഴുതി പെട്ടെന്ന് തന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കി. റൂമിലേക്ക് മാറ്റുമ്പം ഏട്ടനും അഗിയേട്ടനും ഇവർ രണ്ടാളും മാത്രമേ ഉണ്ടായിട്ട്. ഇവരാണ് രാത്രി 2 മണിക്ക് ഇവരെല്ലാവരും തിരിച്ചു കൊണ്ടാക്കിയിട്ട് ഏട്ടനും അഗിയേട്ടനും കൂടിയാണ് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നത്. ഇവർ രാത്രി ഒരു സെക്കൻഡ് പോലും ഉറങ്ങിയിട്ട് ഒന്നുമില്ല, അങ്ങനെ ഉണ്ടായി. അപ്പോൾ റൂം കിട്ടിയപ്പോൾ കുറച്ച് ആശ്വാസമായി. എന്നിട്ട് എനിക്കുള്ള ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് അവർ തരും, ലാസ്റ്റ് ബില്ല് വരും, അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ ബാക്കി ഇവർക്കുള്ള ഫുഡെല്ലാം വീട്ടിൽ അമ്മയും തക്കടും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിനി. അപ്പോൾ ഇവർ വിളിച്ചു, റൂം കിട്ടിയിട്ടുണ്ട്, നിങ്ങൾ വന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ടാക്സി ആക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നു. വാവേനെയും നിച്ചോട്ടിനെയും എല്ലാവരും കൂട്ടിയിട്ട് വന്നു. അപ്പം അഗിയേട്ടൻ താഴേക്ക് ഇവരെ കൂട്ടാൻ വേണ്ടി പോയേ. അപ്പോൾ ഏട്ടൻ ഞാനും റൂമിലുണ്ടായിട്ടും അപ്പാടേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു. ടെൻഷനായിപ്പോയി പെട്ടെന്ന് ഇങ്ങനെയെല്ലാം പറഞ്ഞപ്പോൾ. ഏട്ടൻ പുറത്ത് കാണിക്കാണ്ട് ഇങ്ങനെ നിന്നതാ. അപ്പം നമ്മൾ മാത്രമായപ്പോൾ ഏട്ടൻ കെട്ടിപ്പിടിച്ചിട്ട് കുറേ കരഞ്ഞു ആ സമയത്ത്. അപ്പം അത്രയും നേരം ഏട്ടൻ പിടിച്ച് വെച്ചതാണ് ഉണ്ടായേ. അപ്പം റൂമിലേക്ക് മാറ്റിയപ്പം ഇതായി. അപ്പം ഞാനും കുറച്ച് കരഞ്ഞു പോയി. എന്നിട്ട് പിന്നെ ഞാൻ ഏട്ടനെ സമാധാനിപ്പിച്ചു, കുഴപ്പമില്ല, ഓക്കെ ആയല്ലോ, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ്. അപ്പോഴേക്ക് ബാക്കി എല്ലാവരും വാവി നിച്ചു എല്ലാവരും വന്നേ. അപ്പോൾ പിള്ളേരെല്ലാം കണ്ടപ്പം ഭയങ്കര ഹാപ്പിയായി, എനിക്ക് ഓക്കെ ആയി, ഓൾമോസ്റ്റ് ഓക്കെ ആയി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്നാൽ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ കുഞ്ഞു റൂമാണ് കിട്ടിയത്. മിംസിലത്തെ റൂം എന്ന് പറയുന്നത് കുട്ടി റൂമാണ്. നിനക്ക് കിടക്കാൻ മാത്രമേ ബെഡുള്ളൂ, പിന്നെ ഒരു സോഫ, പിന്നെ റൂം വളരെ ചെറുതാണ്, കൊയിലിൻ്റെ അത്രയൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ കിടക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കായിരുന്നു. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത ദിവസം ഉച്ചക്ക് രാവിലെ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അതിന് ശേഷം പ്രഷർ വേരിയേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല, നമുക്ക് ഇന്ന് ഡിസ്ചാർജ് ആക്കാം വൈകുന്നേരം എന്ന് പറഞ്ഞു. ഒന്ന് ഗൈനക്കോളജിസ്റ്റിനെ വീണ്ടും ഒന്ന് കണ്ടോ, ഒന്നുകിൽ അവിടെ തന്നെ കാണാം, അല്ലെങ്കിൽ നമ്മൾ ഗൈനക്കോളജിസ്റ്റിനെ വീണ്ടും ഫോളോ ചെയ്യുന്നെങ്കിൽ അങ്ങനെ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എൻ്റെ ഗൈനക്കോളജിസ്റ്റിനെ തന്നെ കാണിച്ചോളാം പോകുമ്പോൾ പറഞ്ഞു. പിന്നെ 2 വീക്സിൽ പ്രഷറിൻ്റെ ടാബ്ലറ്റ് വന്നു, പ്രഷർ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നോക്കുക, പ്രഷർ കുറയുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഗുളിക സ്റ്റോപ്പ് ചെയ്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രമാദേവി ഡോക്ടറെ വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ ഡിസ്ചാർജ്
ആണ്, ഇങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ വേഗം വാ, ഇതുവഴി തന്നെ വന്നോ, എനിക്ക് ആ റിപ്പോർട്ടെല്ലാം ഒന്ന് കാണാമല്ലോ, ഇതുവഴി തന്നെ വാ, ഞാൻ നോക്കി നിൽക്കുന്നുണ്ട് അതിന് വിളിക്കാൻ വേണ്ടിയിട്ട് തന്നെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ശരിക്കും സങ്കടമായി കേട്ടോ, ഡോക്ടർ ഇത്രയും സപ്പോർട്ടായതുകൊണ്ട്. അപ്പം അങ്ങനെ ബില്ല് കിട്ടുമ്പോൾ അത്യാവശ്യം നല്ല ബില്ലാണ് കേട്ടോ ഉണ്ടായേ. പ്രത്യേകിച്ച് മിംസിലാവുമ്പം എന്തായാലും ബില്ല് കുറച്ച് അധികമായിരിക്കും. ഒരു 35,000. പിന്നെ ബാക്കി ഫുഡ് ബാക്കി കാര്യങ്ങളെല്ലാം ഒരു 40ൻ്റെ ഉള്ളിൽ അവിടെ മിംസിൽ ബില്ലായിട്ടുണ്ടായി. ഞാൻ ഒരു 2 ദിവസം കിടന്നപ്പോൾ തന്നെ. അങ്ങനെ നമ്മൾ ബില്ലെല്ലാം അടച്ച് ഇറങ്ങി നേരെ കൊയിലിയിലേക്ക് പോയിട്ട് രമാദേവി ഡോക്ടറെ കണ്ടു. അവിടുന്ന് ഡോക്ടർ എല്ലാം ചെക്ക് ചെയ്തു, റിപ്പോർട്ടെല്ലാം നോക്കി, കുഴപ്പമൊന്നുമില്ല. അവിടുന്ന് ഡോക്ടർ പറഞ്ഞ പോലെ കണ്ടിന്യൂ ചെയ്താൽ മതി, 2 വീക്സിന് ശേഷം ഒന്ന് റിവ്യൂവിന് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ഓക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇത്രയും കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടായിട്ടും എനിക്ക് മെൻ്റലി ഞാൻ അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടെൻഷൻ ആവുമോ, ബുദ്ധിമുട്ട്, ഞാൻ മാക്സിമം എന്നെ കൺട്രോൾഡ് ആക്കിയിട്ടാണ് പിടിച്ചിട്ടുണ്ടായത്. അപ്പോൾ അത് ടെൻഷൻ ആയതിനെ കൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂളായി. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ കണ്ണൂരിന്ന് നമ്മുടെ പ്രഷർ നോക്കേണ്ട മെഷീനെല്ലാം മേടിച്ചിട്ട് വന്നു. വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മോണിറ്റർ ചെയ്യാമല്ലോ. അങ്ങനെ നേരെ വീട്ടിലേക്ക് വന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രഷർ നോക്കി, കൂടുന്നൊന്നും ഉണ്ടായിട്ടില്ല, വലിയ കുഴപ്പമൊന്നുമില്ല. ഒരാഴ്ച അടുപ്പിച്ച് മാത്രമേ ഗുളിക കഴിച്ചിട്ടു. അപ്പോഴേക്കന്നെ പ്രഷർ ലോ ആവാൻ തുടങ്ങി. അപ്പോൾ ആ ഗുളികയും സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയിട്ട് വീണ്ടും കാണിച്ചപ്പോൾ ഓക്കെ ആയി എന്ന് പറഞ്ഞു. അതിന് ശേഷം ആ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ ഇത്രയും സംഭവങ്ങളെല്ലാം അതിൻ്റെ ഇടയ്ക്ക് നടന്നു. പിന്നെ ഡോക്ടറോട് ഇത് വീണ്ടും വരുമോ എന്നെല്ലാം ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, ഇനി എന്തായാലും ഈ കണ്ടീഷൻ ഉണ്ടാവില്ല, ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഒരു സമയത്ത് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. പിന്നെ നെക്സ്റ്റ് ഡെലിവറി വീണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ നോർമലി ഉള്ള കേസിൽ ഇത് വരുമൊന്നുമില്ല, ഉണ്ടാവുമൊന്നുമില്ല, ഇത് ഓക്കെ ആയി, ഇതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് കുറച്ച് സമാധാനമായത്. പിന്നെ മെല്ലെ മെല്ലെ വീട്ടിൽ വന്ന് ആ സമയത്ത് ഞാൻ ഫിസിക്കലി ഭയങ്കര വീക്കായി പോയി കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞ് 3ാമത്തെ ദിവസം വീണ്ടും പോയി ICUലാക്കി, 2 ദിവസം അഡ്മിറ്റായി, വീണ്ടും വന്ന് നല്ലോണം ഫിസിക്കലി വീക്കായിപ്പോയി. പിന്നെ മെല്ലെ വീട്ടിൽ വന്നപ്പോൾ ഓക്കെ ആയിട്ട് വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രസവരക്ഷാ ട്രീറ്റ്മെൻ്റ് എല്ലാം പിന്നീടാണ് 28 കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഒരു സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഡിലേ ആയിപ്പോയത് ആ പോസ്റ്റ്മോർട്ടം ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്താകുമ്പോഴേക്ക് കുറച്ചൊന്ന് നിങ്ങൾ കാണുന്ന ഈ കോലത്തിലായി മാറി. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ എൻ്റെ കഥ കേട്ടിട്ട് ആരും പേടിക്കാനോ അങ്ങനെ ആക്കാനോ ഒന്നും നിൽക്കണ്ട. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. ആർക്കെങ്കിലും അങ്ങനെ ഒരു കണ്ടീഷൻ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റ് വിചാരിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ സിവിയർ മാക്സിമത്തിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. അങ്ങനെയൊന്നും ആർക്കും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇതാണ് എൻ്റെ സംഭവബഹുലമായ എൻ്റെ ഡെലിവറി സ്റ്റോറി. കുറേ പേര് അന്നേ ചോദിക്കുന്നുണ്ട് എന്താ ചെയ്യാത്തേന്ന്. ഒന്ന് ഫ്രീ ആയിട്ട് മൊത്തം ആയിട്ട് അങ്ങ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ ഇതുപോലെയുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസസ് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ടാറ്റ.